അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിവാദം ഇപ്പോൾ കത്തിപ്പടരുകയാണ്. വൻതോതിൽ പണം മോഷ്ടിക്കപ്പെട്ടു, അല്ലെങ്കിൽ ഷോർട്ടേജ് ഉണ്ടായി എന്ന തരത്തിൽ വലിയ രീതിയിലുള്ള അന്വേഷണം പ്രഖ്യാപിച്ചു. ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് FIR ഇട്ടുകൊണ്ട് അന്വേഷണം നടത്തുകയും ചെയ്യുന്നു. 7.75 കോടി രൂപയാണ് നിലവിലെ സാഹചര്യത്തിൽ നഷ്ടപ്പെട്ടത് എന്നാണ് കണക്കാക്കുന്നത്. അല്ലെങ്കിൽ കൊള്ളയടിക്കപ്പെട്ടു എന്നുള്ളതാണ്. ചില റിപ്പോർട്ടിൽ കാട്ടുകൊള്ള എന്ന രീതിയിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നു. UP പോലീസ് FIR രജിസ്റ്റർ ചെയ്തുകൊണ്ട് 8 പേരെ അറസ്റ്റ് ചെയ്ത റിപ്പോർട്ട് പുറത്തു വന്നു. പ്രത്യേക അന്വേഷണ സംഘം SIT പ്രാഥമിക റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചതായിരിക്കുന്ന വിവരം അറിയാൻ വേണ്ടി പറ്റുന്നു. ഭക്തർ നൽകുന്ന കാണിക്ക, ദർശനത്തിനെത്തുന്നവർ നൽകുന്ന പണം, സ്വർണം, വെള്ളി എന്നിവയും ഷോർട്ടേജിൽ പെട്ടതാണ് എന്നാണ് പറയുന്നത്. ഇതിന് പുറമെ ഓൺലൈനായിട്ട് പണം ലഭിക്കുന്നുണ്ട്. ജന്മഭൂമി തീർത്ത് ക്ഷേത്ര ടെസ്റ്റാണ് ഇത് നിയന്ത്രിക്കുന്നത്. സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന അവരാണ്. നമുക്ക് നോക്കാം എന്തൊക്കെ മാർഗത്തിലാണ് പണം ലഭിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് പണം പോകുന്നത്, ആരൊക്കെയാണ് ഇത് എടുത്തത്, എന്തൊക്കെയാണ് ഇതിൻ്റെ പിന്നിലെ പ്രവർത്തനങ്ങൾ, എന്നൊക്കെയാണ് ഇത് തുടങ്ങിയത് എന്ന കാര്യങ്ങളൊക്കെ പരിശോധിക്കാം. അതിലൊന്ന്, ആദ്യത്തേത്, ക്ഷേത്രത്തിനകത്തും ദർശനപാതയിലും സ്ഥാപിച്ചിരിക്കുന്ന ഹുണ്ടികളിൽ നിന്നാണ് പണം കുറവ് വന്നത് എന്നാണ് അനുമാനം. പണം ലഭിക്കുന്ന രീതി അങ്ങനെ തന്നെയാണ്. ക്ഷേത്രത്തിനകത്തും ദർശനപാതയിലും ഒരുപാട് ഇതുപോലെ ഹുണ്ടികൾ എന്ന് വെച്ചാൽ ഈ ഡൊണേഷൻ ബോക്സ്, ഭണ്ഡാരപ്പെട്ടി എന്നൊക്കെ പറയും. അതൊക്കെ ഈ മേഖലയിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. അവിടേക്കാണ് ഈ വിശ്വാസികൾ പണം നിക്ഷേപിക്കുന്ന ഇടം. രണ്ടാമത്, ട്രസ്റ്റിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഓൺലൈൻ വഴി ആയിട്ട് വരുന്ന പണങ്ങൾ. അടുത്തത്, മൂന്നാമത്തത്, ചെക്ക്, ഡിമാൻഡ് ഡ്രാഫ്റ്റ് തുടങ്ങിയ വഴി പണം ഇഷ്ടംപോലെ എത്തുന്നുണ്ട്. നാലാമത്, സ്വർണം, വെള്ളി, ആഭരണങ്ങൾ തുടങ്ങിയ വിലപിടിപ്പുള്ള വസ്തുക്കൾ ട്രസ്റ്റിന് കൈമാറുന്നുണ്ട്. അഞ്ചാമത്തത്, രാജ്യത്തിന് പുറത്തും മറ്റ് സംസ്ഥാനത്തിന് പുറത്തു നിന്നും ലഭിക്കുന്ന വിവിധ തരത്തിലുള്ള പണങ്ങൾ. അത് ബാങ്കായിട്ടും നേരിട്ടായിട്ടും പല തരത്തിലും ലഭിക്കുമല്ലോ, മതസ്ഥാപന സമയത്ത്. അങ്ങനെയൊക്കെയാണ് ഇവിടേക്ക് പണം ലഭിക്കുന്ന ഇടങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട 5 പറഞ്ഞത്. ശ്രീരാം ജന്മഭൂമി ട്രസ്റ്റ് 2022 ഫെബ്രുവരി മാസത്തിലാണ് രൂപീകരിച്ചത്. ശേഷം രാജ്യത്ത് ഒട്ടുക്കുമുള്ള ക്ഷേത്ര നിർമ്മാണത്തിനായി സംഭാവനകൾ ആരംഭിച്ചു. 2024 ജനുവരി മാസം ക്ഷേത്രം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ശേഷം സംഭാവന തുടർന്നു കൊണ്ടേയിരുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ സംഭാവന ഉണ്ട്, അതിൻ്റെ തുടർച്ചയായ രീതി 2024 ശേഷം സംഭാവന തുടരുന്നു എന്ന് ചുരുക്കം. പണം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് നമുക്ക് നോക്കാം. പണം കൈകാര്യം ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ, ലഭിക്കുന്ന പണം നിത്യേന ശേഖരിച്ച ശേഷം പ്രത്യേക കൗണ്ടിംഗ് സെൻറ്ററിലേക്ക് കൊണ്ടുപോകുന്നു. ജീവനക്കാരും ബാങ്ക് പ്രതിനിധികളും ചേർന്ന് കൊണ്ട് പണം എണ്ണി തിട്ടപ്പെടുത്തുന്നു. തുടർന്ന് ബാങ്കിൽ നിക്ഷേപിച്ച് ട്രസ്റ്റിൻ്റെ അക്കൗണ്ടിലേക്ക് പണം രേഖപ്പെടുത്തിയതായിരിക്കുന്ന റെസീറ്റ് നൽകുന്നു. ഈ നടപടിയിൽ ക്രമക്കേട് കണ്ടെത്തി എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ തന്നെ വിഷയം വരുന്നത്. നിലവിൽ ഇതുവരെ 3000 കോടിയോളം പണമെങ്കിലും ലഭിച്ചിട്ടുണ്ട്. ഈ ട്രസ്റ്റ് വഴി വ്യത്യസ്തമായിരിക്കുന്ന വ്യക്തികളിൽ നിന്ന് ഈ മേഖലയ്ക്ക്, അല്ലെങ്കിൽ ഈ ട്രസ്റ്റിൻ്റെ അക്കൗണ്ട് പോലെയുള്ള സംവിധാനത്തിലേക്ക് 3000 കോടി രൂപയെങ്കിലും ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അനുമാനം. ഇതിലെ വിഷയം എന്ന് പറയുന്നത്, ഇവരെ സംശയം തോന്നാനുള്ള കാരണം ഇതിൽ പറയുന്നത്, 18,000 രൂപയുടെ ശമ്പളത്തിനാണ് കൂടുതൽ ആളുകളും ഇവിടെ ജോലി ചെയ്യുന്നത്. അവർക്ക് കോടികളുടെ ആസ്തി ഉണ്ട് എന്നാണ്. അവരുടെ വരവും പോക്കും വലിയ വിലപിടിപ്പുള്ള കാറിലാണ്. അവർക്ക് വലിയ രീതിയിലുള്ള വീടുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. റിയൽ എസ്റ്റേറ്റ് പോലെയുള്ള സംവിധാനങ്ങളുണ്ട്. ഹോട്ടലുകൾ, വലിയ വിലപിടിപ്പുള്ള ഹോട്ടലുകളൊക്കെ ഉണ്ട്. അപ്പോൾ പലതരത്തിലും ഇത് സംശയം മുൻപേ ഉണ്ടായിരുന്നു. സംശയം കൂടി വന്നു. പിന്നെ നിരീക്ഷിക്കുന്ന സമയത്തിലാണ് ഇങ്ങനെ ചെറിയ സംഖ്യക്ക് ജോലിക്ക് വന്ന, അല്ലെങ്കിൽ ജോലിക്ക് വരുന്ന സമയത്ത് ചെറിയ സംഖ്യ മാത്രമുണ്ടായിരുന്ന സാമ്പത്തികപരമായ ദാരിദ്ര്യമുള്ള കുടുംബമൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഈ പണം അടിച്ചു മാറ്റിയിട്ട് വലുതായിട്ടുണ്ട് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ സംശയത്തിൻ്റെ പ്രധാനമായിരിക്കുന്ന കാരണം. 200 കോടി തട്ടി എന്നാണ് കരുതുന്നത്. അത് റിപ്പോർട്ടല്ല, അങ്ങനെ ഒരു സംശയം അതിൽ പറയാൻ വേണ്ടി പറയുന്നുണ്ട്. പണം എണ്ണുന്ന സമയത്ത് ക്യാമറകൾ മറച്ചു വെക്കുന്ന പരിപാടികളും ഇവിടെയുണ്ട്. അപ്പോൾ ക്യാമറ റെക്കോർഡാണ്, CCTV ഉണ്ടാകുന്ന സമയത്ത് അത് മറച്ചു പിടിക്കുന്ന ആൾക്ക് എന്തെങ്കിലും കാശുകൾ കൊടുക്കുന്നു, എന്നിട്ട് ഈ പ്രവൃത്തി ചെയ്യുന്നു എന്ന് ചുരുക്കം. ഇതിന് സംശയം വരാനുള്ള കാരണത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത്, ക്ഷേത്ര ടെസ്റ്റിന് ഹുണ്ടികളിൽ ലഭിക്കുന്ന പണവും ബാങ്കിൽ നിക്ഷേപിക്കുന്ന തുകയും തമ്മിൽ പൊരുത്തക്കേട് ഉണ്ടെന്ന് സംശയം ഉയർന്നു. മേലെ നമ്മൾ പറഞ്ഞത് ചെറിയ സംഖ്യക്ക്
ജോലി ചെയ്യുന്നവർക്ക് വലിയ സാമ്പത്തികം ഉണ്ട് എന്നുള്ള അത് ഒന്ന്. ഇത് മറ്റൊന്ന്. പലതരത്തിലും പല രീതിയിലും സംശയങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് ചുരുക്കം. തുടർന്ന് ഈ വിഷയം വന്നതോടുകൂടി തുടർന്ന് ആഭ്യന്തരമായിരിക്കുന്ന പരിശോധന രഹസ്യമായ രീതിയിൽ നടത്തപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പണം എണ്ണുന്ന ജീവനക്കാരുടെ പ്രവർത്തനത്തിൽ സംശയകരമായിരിക്കുന്ന ചില സമീപനങ്ങൾ ഉണ്ട് എന്നൊരു മുന്നറിയിപ്പ് SBI ബാങ്ക് ഈ ക്ഷേത്ര ടെസ്റ്റിന് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിലിപ്പോൾ ബാങ്ക് ജീവനക്കാരും ഉണ്ട്, റിട്ടയർഡ് ആയിരിക്കുന്ന ബാങ്ക് ജീവനക്കാരും ഉണ്ട്. അവരെല്ലാം കൂടി സംയുക്തമായ രീതിയിലാണ്. അതായത് ബാങ്കിങ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിൽ ബാങ്കിങ് സിസ്റ്റം ഉണ്ട്. ഗൾഫിൽ ആ സിസ്റ്റം ഉണ്ട്. അഥവാ നമ്മൾ ഒരു പണം ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പണം സ്വരൂപിച്ച് കൊണ്ട് ബാങ്കിൽ പോകുന്നു, സ്ലിപ്പ് എഴുതുന്നു, കൗണ്ടറിൽ കൊടുക്കുന്നു, കൗണ്ടർ എണ്ണി തിട്ടപ്പെടുത്തുന്നു, സീലടിക്കുന്നു, സ്ലിപ്പ് നമുക്ക് റിട്ടേൺ തിരിച്ചു തരുന്നു. ഇതാണ് നോർമൽ കണ്ടീഷനിൽ സാധാരണഗതിയിൽ നമ്മുടെ ബാങ്കിങ് സിസ്റ്റത്തിലൊക്കെ ചെയ്യാറുള്ളത്. നമ്മുടെ ഇന്ത്യയിൽ മൊത്തത്തിൽ ഏകദേശം 90-95% അങ്ങനെ തന്നെയാണ്. ഗൾഫ് സിസ്റ്റത്തിന് ഒരു ചേഞ്ച് ഉണ്ട്. ഗൾഫ് സിസ്റ്റത്തിൽ ബാങ്കിലെ ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യുന്നു, ഈ കമ്പനി പോലെയുള്ള സ്ഥാപനത്തിലേക്ക് ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ അവരുടെ പ്രത്യേകമായിരിക്കുന്ന വാഹനങ്ങൾ ഉണ്ടാവും, അവരുടെ ലെറ്റർ ബോർഡോ സീലോ അതുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനങ്ങൾ എല്ലാം വന്നിട്ട് എവിടേക്ക് വരുന്നു, കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് വരുന്നു. അപ്പോൾ ഈ അക്കൗണ്ടിൽ എത്തിയതിന് ശേഷം അല്ലെ ക്യാഷ്യർ കൗണ്ടറിൽ എത്തിയതിന് ശേഷം അവിടുന്ന് ഈ കമ്പനി എന്ത് ചെയ്യുന്നു, പണം എണ്ണീറ്റ് തിട്ടപ്പെടുത്തിയിട്ട് ആ സമയത്ത് കൗണ്ടറിൻ്റെ ഉള്ളിൽ തന്നെ, അതായത് കമ്പനിയുടെ അകത്ത് നിന്ന് തന്നെ ബാങ്കുകാർ കൊടുക്കുന്നു. അൽസാഫി എന്ന് പറയുന്ന പാൽ കമ്പനി ഉണ്ട്. അൽമറയിലത്ത് അങ്ങനെ കണ്ടിട്ടില്ല. അൽസാഫി എന്ന് പറയുന്ന പാൽ കമ്പനി ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് അവരുടെ സിസ്റ്റം അങ്ങനെയാണ്. അൽസാഫിയിലേക്ക് എന്ത് ചെയ്യും, അവിടുത്തെ ബാങ്ക് വരും, ബാങ്കിൻ്റെ സംവിധാനത്തോട് കൂടിയിട്ട് അവർ വരുന്നു. അത് കൂടുതൽ റിയാദ് ബാങ്കാണ് അവരുമായിട്ട് ലിങ്കുള്ള ബാങ്കുകൾ. പിന്നെ ബ്രിട്ടീഷ് ബാങ്ക്, 2 ബാങ്കാണ്. റിയാദ് ബാങ്കാണ് കൂടുതൽ വരാറുള്ളത്. അവിടെ എത്തിയതിന് ശേഷം അവർ നേരെ അതിലേക്ക് വരുന്നു. അപ്പോൾ ഈ ക്യാഷ്യർ അവിടെ വരുന്ന സെയിൽസ്മാൻമാർ അവിടെ എത്തുന്ന ആളുകളുണ്ടാവും. അത് നമ്മളൊക്കെ അന്ന് സെയിൽസ് ഫീൽഡിലാണ്. സെയിൽസ് ഫീൽഡ് ആകുന്ന സമയത്ത് നമ്മുടെ അടുത്താണ് ക്യാഷ് ഉണ്ടാകുക. ഈ ക്യാഷ് അവിടെ ക്യാഷ്യർ എന്ന് പറയുന്ന കമ്പനിയുടെ അകത്തുണ്ടാകുന്ന പ്രത്യേക കൗണ്ടറിലേക്ക് കൊടുക്കുന്നു. കൗണ്ടറിലേക്ക് കൊടുത്ത് എണ്ണ തിട്ടപ്പെടുത്തി നമുക്ക് ഓരോരുത്തർ ഒരു നമ്പർ ഉണ്ടാവും. ഓരോ സെയിൽസ്മാനും ഓരോ നമ്പറുണ്ട്. ആ നമ്പറൊക്കെ വെച്ച് ഇങ്ങനെ തിട്ടപ്പെടുത്തിയിട്ട് ഇത്ര സംഖ്യ, ഏകദേശം ഒരു 15,000 റിയാലാണെങ്കിൽ 15,000 റിയാൽ, അല്ലെങ്കിൽ 20,000 റിയാലാണ് 20 റിയാൽ അത് കിട്ടിപ്പോയിച്ചെന്ന് പറഞ്ഞ സ്ലിപ്പ് എടുത്തിട്ട് നമുക്ക് ആ സ്ലിപ്പ് തരുന്നു, ഇത്ര പൈസ കിട്ടിപ്പോയിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ 20,000 റിയാൽ അദ്ദേഹത്തിൻ്റെ കൈവശത്തിലായി. അങ്ങനെ സെയിൽസ്മാൻമാർ ഒരുപാട് സെയിൽസ്മാർ, 100-ലധികം സെയിൽസ്മാരുണ്ട്. ഇവരുടെ കാശെല്ലാം കൂടി ഡെയിലിയാണ് ഈ പറയുന്നത്. ആഴ്ചയിൽ നല്ല ഡെയിലി അപ്പം കിട്ടുന്നതാണ്. അപ്പോൾ ഏകദേശം കാലത്ത് ഒരു 6 മണി 7 മണി സമയത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് ഒരു 2 മണിക്ക് ശേഷം പരമാവധി എല്ലാവരും എത്തും. ദൂരെയുള്ള വണ്ടികളൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു 4-5 മണി ആ സമയത്ത് ഈ ബാങ്കുകാർ പോയിട്ടുണ്ടെങ്കിൽ കൗണ്ടർ സ്വീകരിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ ബാങ്കുകാർ ഏകദേശം 2 മണിക്ക് ശേഷം അവിടെ എത്തും. അവിടെ എത്തിയതിന് ശേഷം ഈ പറഞ്ഞ പോലെ അവരിങ്ങനെ പണം 20,000 ദിർഹംസ്, അടുത്ത 20,000 ദിർഹംസ് ഇതൊക്കെ ലിസ്റ്റാക്കിയിട്ട് കമ്പനിയുടെ അകത്തുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു, ബാങ്ക് അധികാരികൾക്ക് കൊടുക്കുന്നു. ബാങ്ക് അധികാരികൾ എന്ത് ചെയ്യുന്നു, കംപ്ലീറ്റ് അത് കൗണ്ട് ചെയ്ത് ആ മെഷീൻ വെച്ച് കഴിഞ്ഞിട്ടൊക്കെ കൗണ്ട് ചെയ്ത് തിട്ടപ്പെടുത്തിയിട്ട് ഇത് റിസീവ്ഡ് ആയിട്ട് അത് എന്ത് ചെയ്യുന്നു, കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് കയറ്റിയിട്ട് ആ സീലും കാര്യങ്ങളും ആ സ്ലിപ്പും കാര്യങ്ങളും ഇവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ വലിയ രീതിയിലുള്ള ഉത്തരവാദിത്വം കമ്പനിക്ക് കുറയുന്നു. ഉത്തരവാദിത്വം നേരെ ബാങ്കിലേക്ക് വരുന്നു. ബാങ്കുകാർ ഈ പണം എല്ലാം കളക്ട് ചെയ്തിട്ട് അവർ ചാക്കിലോ ഒക്കെ ആക്കിയിട്ട് അവർ പ്രത്യേകമായിരിക്കുന്ന കവറും ചാക്കും എല്ലാം ഉണ്ട്, അതിലാക്കിയിട്ട് അവരുടെ പ്രത്യേകമായിരിക്കുന്ന വാഹനങ്ങൾ, അപ്പോൾ അറിയാലോ ഈ കാശ് കൊണ്ടുപോകുന്ന വാഹനം പ്രത്യേകമായിരിക്കുന്ന ഒരു വാഹനത്തിലേക്ക് കയറ്റുന്നു, അവർ കൊണ്ടുപോകുന്നു. ഇതാണ് സിസ്റ്റം. ഈ സിസ്റ്റമാണ് ഇവിടെ യഥാർത്ഥത്തിൽ രാമജന്മഭൂമി ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ക്ഷേത്ര ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളത് എന്നുള്ളത്. അതായത് ബാങ്കിലെ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ സ്ഥാപനത്തിലേക്ക് വന്നിട്ട് ഈ ട്രസ്റ്റിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, ക്ഷേത്ര ട്രസ്റ്റിൽ വന്നിട്ട് പണം കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന രീതിയാണ്. പണം എണ്ണുന്ന മുറിയിൽ സുരക്ഷാ പരിശോധന കുറവ്, അതിൻ്റെ പോരായ്മകളാണ് ഇപ്പോൾ പിന്നീട് പറയുന്നത്. എങ്ങനെയൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചിട്ട് പറയുന്നത് ഇങ്ങനെയാണ്: പണം എണ്ണുന്ന മുറിയിൽ സുരക്ഷാ പരിശോധന കുറവാണ്. ആരെങ്കിലും സുരക്ഷിത പരിശോധനയ്ക്കൊന്നും വരാറില്ല. രണ്ടാമത്തെ, ഹുണ്ടികളുടെ താക്കോൽ ചട്ടപ്രകാരം സൂക്ഷിക്കുന്നില്ല. കള്ളത്തരം ഉണ്ടാകുന്ന സമയത്താണ് അങ്ങനെയൊക്കെ വരാറുള്ളത്. അടുത്തത്, ജീവനക്കാർക്ക് പോക്കറ്റില്ലാത്ത യൂണിഫോം വേണമെന്ന ചട്ടം പാലിക്കുന്നില്ല. അടുത്തത്, CCTV ദൃശ്യങ്ങൾ 180 ദിവസം സൂക്ഷിക്കണമെന്നാണ് നിയമത്തിൽ പറയുന്നത്. എന്നാൽ വ്യവസ്ഥ ലംഘിച്ച് 45 ദിവസം കഴിയുമ്പോഴത്തേനും അത് മാഞ്ഞു പോകുന്നു. അത് ഈ അഡ്ജസ്റ്റ്മെൻ്റാണ്, കമ്പ്യൂട്ടർ അഡ്ജസ്റ്റ്മെൻറ്റ് ടൈമൊക്കെ വെച്ച് നോക്കുകയാണ്. 5 ദിവസം അല്ലെങ്കിൽ 1 മാസം 2 മാസം 1 കൊല്ലം അങ്ങനെയൊക്കെ വെക്കാൻ പറ്റും. അത് വേണമെങ്കിൽ ഒരു 10 മണിക്കൂർ ആക്കിയിട്ട് വെക്കാൻ പറ്റും.
ആ 10 മണിക്കൂർ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് റെക്കോർഡ് ചെയ്യപ്പെട്ട അത് തന്നെ അപ്പം തന്നെ ഡിലീറ്റ് ആയി പോകും. ഈ സമയമാണ്. അപ്പോൾ അതിന് 150 ദിവസം എന്നുള്ളത് അവരെന്താക്കി 40 ദിവസമാക്കി ചുരുക്കിയിട്ടുണ്ടെന്ന്. ട്രസ്റ്റുമായി ബന്ധപ്പെട്ട ജീവനക്കാരെയും മുൻ ബാങ്ക് ജീവനക്കാരെയും നിലവിലെ സാഹചര്യത്തിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറയുന്ന ഇതിലെ പ്രധാനമായിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ വിശ്വാസികളെ പച്ചയോട് കൂടി പറ്റിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തിയാണ്. അയോധ്യയിലെ ക്ഷേത്രം എന്ന് പറയുന്ന സമയത്ത് ഏറ്റവും വിവാദമായതാണ്, പള്ളി പൊളിച്ച് നിർമ്മിച്ചതാണെന്നുള്ള കാര്യം നമുക്കറിയാം. അത്രയും വിവാദമായ ക്ഷേത്രത്തിൽ ഒരു വിശ്വാസപരമായിരിക്കുന്ന ഒരു സംഹിത അല്ലെങ്കിൽ വിശ്വാസപരമായി എല്ലാവർക്കും ഉൾക്കൊള്ളുന്ന രീതിയിൽ അവിടുത്തെ ഭരണ സംവിധാനം ചലിക്കുന്നില്ല എന്ന് പറയുന്ന സമയത്ത് യഥാർത്ഥത്തിൽ മൊത്തം വിശ്വാസത്തെ ഇത് സാരമായിട്ട് ബാധിക്കുന്നിടത്തേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് എന്ന് ചുരുക്കം.